ഓരോ മോഷണത്തിനു മുമ്പും ശരീരം പൂർണ്ണമായും വൃത്തിയാക്കും. അതുവഴി ഒരു തൊലി അവശിഷ്ടം പോലും അവിടെ അവശേഷിപ്പിക്കില്ല. തോക്കുകളും തിരകളും പോലും അണുനാശിനി ഉപയോഗിച്ച് തുടച്ച് വിരലടയാളം ഇല്ലാതാക്കും. തയ്യാറെടുപ്പുകൾക്ക് ശേഷം അവർ ബുള്ളറ്റ് പ്രൂഫ് വസ്ത്രങ്ങളും പ്രത്യേക കയ്യുറകളും ധരിച്ചു. രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്കിൽ നിന്ന് 10 ബില്യൺ മോഷ്ടിക്കാനായിരുന്നു അവരുടെ പദ്ധതി. ബാങ്കിനു മുന്നിലെത്തിയപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കണ്ടെങ്കിലും ഓരോ കവർച്ചക്കാരന്റെ കൈവശവും യന്ത്രത്തോക്ക് കണ്ടപ്പോൾ അയാൾ കണ്ടില്ലെന്ന് നടിച്ചു. പദ്ധതി തുടർന്നു. പുതിയ മാസ്കുകൾ ധരിച്ച് അവർ ബാങ്കിലേക്ക് ഇരച്ചുകയറി വാതിൽ പൂട്ടി. ബാങ്കിംഗ് സമയമല്ലാത്തതിനാൽ കുറച്ചു ജീവനക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനാൽ എല്ലാ ബന്ദികളെയും എളുപ്പത്തിൽ നിയന്ത്രിച്ചു. ആരും പോലീസിനെ വിളിക്കാതിരിക്കാൻ എല്ലാവരുടെയും ഫോണുകൾ പിടിച്ചെടുത്ത് വെള്ളത്തിലിട്ടു. ശേഷം ബാങ്ക് മാനേജറെ പിടിച്ച് ലോക്കർ തുറക്കാൻ നിർബന്ധിച്ചു. തോക്കുകൾക്ക് മുന്നിൽ പരിഭ്രാന്തയായി അവൾ പലതവണ തെറ്റായ പാസ്വേഡ് നൽകി. ഇത് കണ്ട നേതാവ് അവളെ സമാധാനിപ്പിച്ചു. നിങ്ങൾ സാവധാനത്തിൽ ചെയ്യുക. ഇത് കേട്ട് മാനേജർ വേഗം നിലകൈവ് വീണ്ടെടുത്ത് ലോക്കർ തുറന്നു. അകത്തുകയറിയ അവർ പണമെടുക്കുന്നതിനു പകരം ആദ്യം നിരീക്ഷണ ഡിസ്കെടുത്ത് മൈക്രോവേവിൽ നശിപ്പിച്ചു. പിന്നീട് പണത്തിൽ നിന്ന് ട്രാക്കിംഗ് ഉപകരണങ്ങൾ നീക്കം ചെയ്തു. ഈ സമയം മാനേജർ രഹസ്യ അലാം മുഴക്കി. ഇത് കണ്ട നേതാവ് അവളെ കൊല്ലുന്നതിനു പകരം വേഗം ഒഴിഞ്ഞുപോകാൻ കൂട്ടാളികളോട് പറഞ്ഞു. പോകുന്നതിനു മുമ്പ് അവർ അണുനാശിനി തളിച്ചു. അപ്പോൾ ആരോ ബാങ്കിന്റെ വാതിലിൽ മുട്ടി. അത് പോലീസാണെന്ന് അവർ കരുതി. എന്നാൽ അത് പണം പിൻവലിക്കാൻ വന്ന ഒരു സാധാരണക്കാരനായിരുന്നു. അയാളെ ഉപദ്രവിക്കാൻ തുനിഞ്ഞ ഒരു കവർച്ചക്കാരനെ നേതാവ് വേഗം തടഞ്ഞു. ഈ പിടിവലിക്കിടയിൽ മാനേജർ ഒരു കവർച്ചക്കാരന്റെ ദേഹത്തെ പച്ചകുത്തിയത് കണ്ടു. അലാം മുഴങ്ങിയതിനാൽ സുരക്ഷിതമായി രക്ഷപ്പെടാൻ അവർക്കൊരു ബന്ദിയെ ആവശ്യമായിരുന്നു. മാനേജറെ കാറിൽ കയറ്റി. പിന്നീട് അവളെ കണ്ണുകെട്ടി കൈകൾ ബന്ധിച്ച് കടൽത്തീരത്തേക്ക് കൊണ്ടുപോയി. കടലിലെത്തുന്നതുവരെ മുന്നോട്ടു നടക്കാൻ നിർദ്ദേശിച്ചു. ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും ലഭിക്കാൻ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ ചെയ്തോളൂ.